അവസാനം ആ മനുഷ്യൻ വിരമിച്ചു, നെയ്മർ. ഇനി ബ്രസീലിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ നെയ്മറെ നമുക്ക് കാണാൻ പറ്റില്ല. 3 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നതാണ്. ഒരുപാട് പരുക്കുകളും ഇഞ്ചുറികളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതാണ് ആ മനുഷ്യൻ. അവസാനം ഇങ്ങനെയായി. ഇന്ന് പോർച്ചുഗൽ ആയിക്കൂടെ, അർജൻറ്റീന ആയിക്കൂടെ, മറ്റേതൊക്കെ ടീമിൻ്റെ ഫാൻസ് ആയാലും ബ്രസീൽ ജയിക്കണം എന്ന് ആഗ്രഹിച്ചവരൊക്കെ ഒരാളെ കണ്ടിട്ടാണ്, നെയ്മറെ കണ്ടിട്ട് മാത്രം ആഗ്രഹിച്ചതാണ് ബ്രസീൽ ജയിക്കണം എന്ന്. ആ മനുഷ്യൻ്റെ അവസാന കളി ആകരുതെന്ന് ആഗ്രഹിച്ചിട്ട് ജയിക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ബ്രസീൽ തോറ്റു. അവസാനം നമ്മൾ കാണരുതെന്ന് ആഗ്രഹിച്ച ആ കാഴ്ച തന്നെ കണ്ടു. നെയ്മർ പടിയിറങ്ങി വിരമിച്ചു. ഇനി ബ്രസീൽ കുപ്പായത്തിൽ ആ 10-ാം നമ്പറുകാരൻ്റെ മായാജലം നമുക്ക് കാണാൻ പറ്റില്ല. ഈ വേൾഡ് കപ്പിലെ തൻ്റെ ആദ്യത്തെ ഗോൾ, ബ്രസീലിൻ്റെ അവസാന ഗോൾ തൻ്റെ പേരിലാക്കി നെയ്മർ മടങ്ങി. ഒരു മത്സരത്തിൽ പോലും സ്റ്റാർട്ടിംഗ് ലൈനിൽ നെയ്മർ ഇറക്കിയില്ല. ഈ വേൾഡ് കപ്പിൽ മൊത്തം നെയ്മർ കളിച്ച സമയം എടുത്താൽ 50 മിനിറ്റിന് താഴെയാണ്. അവസാന വേൾഡ് കപ്പാണ്. കുറച്ച് നേരത്തെ ഇറക്കി വിടാമായിരുന്നു. ഒരു കളിയിലെങ്കിലും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കി വിടാമായിരുന്നു. മൊത്തത്തിൽ ഭയങ്കര സങ്കടമുണ്ട്. ബ്രസീൽ ഫാൻ എല്ലായിട്ട് പോലും ഇങ്ങനെ. അപ്പോൾ ബ്രസീൽ ഫാൻസിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കും, നെയ്മർ ഫാൻസിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കും. അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും ഇന്നത്തെ ദിവസം. പ്രത്യേകിച്ച് നെയ്മറിന് സമയം പോലും കിട്ടിയില്ലടാ നല്ലോണം കളിക്കാൻ. ആ ഭാവത്തിന് എത്ര വർഷത്തെ കാത്തിരിപ്പാ. കുറച്ച് കളികൾ, കുറച്ച് സമയം, ഇനി നെയ്മറില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ബ്രസീൽ ജയിക്കണമെന്ന് ആഗ്രഹിച്ചത്. ജയിക്കണമായിരുന്നു. റൗണ്ട് ഓഫ് 16 നെയ്മർ പോയി. പക്ഷേ നമുക്ക് 1-2 കളി കൂടി കാണാമായിരുന്നു ആ മനുഷ്യൻ്റെ. പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല കളിയും കളിച്ചില്ല. പോട്ടെ.